Hi dears, it's me Anshi from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പൊ മക്കളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കിയാലോ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? അനുയോജ്യമായി പൂരിപ്പിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോൺ ജെ തോംസൺ. ന്യൂട്രോൺ ആരാ എന്നാ ചോദിച്ചത്. നമ്മള് പഠിച്ചതാ, നമുക്ക് ഇതൊക്കെ അറിയാം. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ? നമ്മളൊരൊറ്റ കോഡേ ഉള്ളൂ, പെൻ RTC. ഇത് പഠിച്ചു വെച്ചാൽ മതി. പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. ഇലക്ട്രോൺ തോംസൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാ ചോദിച്ചാൽ ചാഡ്വിക് ആണ്. കിട്ടിയല്ലോ, ഉത്തരം കിട്ടിയല്ലോ. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെയിം ഓഫ് ദ സയന്റിസ്റ്റ് ഹൂ സജസ്റ്റ് ദ പ്ലാനറ്ററി മോഡൽ. പ്ലാനറ്ററി മോഡൽ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചത്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചോളാ. റുദർഫോർഡ് എന്നുള്ള പേര് പഠിച്ചോളാ. പ്ലാനറ്ററി മോഡൽ ആരാ ചോദിച്ചാൽ റുദർഫോർഡ് ആണ്. ഇനി ഗോൾഡൻ ഫോയിൽ എക്സ്പെരിമെന്റ് ആരാ ചോദിച്ചാലും അതും നമ്മളെ റുദർഫോർഡ് ചേട്ടായി തന്നെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. റെഡി ആണല്ലോടാ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? മാക്സിമം നമ്പർ ഓഫ് ദ ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്യുമുലേറ്റഡ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അഥവാ ഒരു എലമെന്റിന്റെ, ഒരു ആറ്റത്തിന്റെ ഏറ്റവും അവസാനത്തെ ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഏറ്റവും പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ചോദിച്ചാൽ, എന്റെ മക്കളെ 12 അല്ല, 18 അല്ല, 10 അല്ല, ഏതാടാ ഉത്തരം? 8 എന്നാണ് ഉത്തരം. അഥവാ ഒരു ആറ്റത്തിന്റെ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസ് എത്ര ചോദിച്ചാൽ ഉത്തരം വരുമ്പോൾ 8 എന്ന് കിട്ടും. സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പിന്റെ ഭാഗം പഠിക്കാതെ പോകരുത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്നത്, ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാ ചോദിച്ചാൽ എടാ ഡ്യൂട്ടീരിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്നത് ആരാടാ? ഡ്യൂട്ടീരിയം ആണ്. ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആണ് ചോദിച്ചത്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൽ യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഏതാ ചോദിച്ചാൽ ഡ്യൂട്ടീരിയം ആണ്. അഥവാ ഹൈഡ്രജൻ 2 എന്നുള്ളതാണ്. ഓർമ്മ ഉണ്ടായാൽ മതി കേട്ടോ. ഇവിടെ എന്തുണ്ടാവും? ആറ്റോമിക് നമ്പർ ഇവിടെ 1 ഉണ്ടാവും. ഹൈഡ്രജന്റെ എന്തുണ്ടാവും? മാസ് നമ്പർ 2 ആയിട്ടുള്ളതാണ് ഡ്യൂട്ടീരിയം. അഥവാ ഡൈ എന്നുള്ളത് 2 എന്നുള്ളത് ആലോചിച്ചാൽ മതി, ഡ്യൂട്ടീരിയം കിട്ടും. സെറ്റ് ആണല്ലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഐഡന്റിഫൈ ദ ഐസോട്ടോപ്പ് വിച്ച് യൂസ് ടു കാൽക്കുലേറ്റ് ദ ഏജ് ഓഫ് ഫോസിൽസ്. അഥവാ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുക, അഥവാ കാലപ്പഴക്കം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ് അല്ലെങ്കിൽ ഐസോട്ടോപ്പ് ഏതാണെന്നല്ലേ. കാർബണിന്റെ പറഞ്ഞിട്ടില്ല, ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫോസിലുകളുടെ ചരിത്രത്തിൽ വസ്തുക്കളുടെ ഏജ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് തിരിച്ചറിയുക. അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഡ്യൂട്ടീരിയം അല്ല, ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഡ്യൂട്ടീരിയം യൂസ് ചെയ്യുക. കാർബൺ 13, അയഡിന് കാർബൺ 14. മക്കളെ പഠിച്ചു വെക്കണം. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ യൂസ് ചെയ്യുന്നത് ഏതാ ചോദിച്ചാൽ കാർബൺ 14 ആണ്. അഥവാ കാർബൺ 14 ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചില എലമെന്റുകളും അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നൽകിയിരിക്കുന്നു. അഥവാ എന്തുണ്ടാ സൂചന ഉണ്ട്. സിമ്പിളുകൾ യാഥാർത്ഥ്യമല്ല, അഥവാ പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല. സിമ്പിൾസ് ആർ നോട്ട് റിയൽ. കുറച്ച് ആൾക്കാരെ ബോക്സ് ആക്കി തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോവിംഗ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒറ്റ കാര്യമുള്ളൂ. മാച്ച് ദ ഫോളോവിംഗ് അല്ല, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന്റെ ഉത്തരം സിമ്പിൾ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എടാ എന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281 ആണ്. അഥവാ 281 ആണ്. ബിന്റെ എന്താടാ 28 ആണ്. സിന്റെ എന്താ ചോദിച്ചാൽ 287 ആണ്. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ സർ, ഇതൊക്കെ നമുക്ക് സെറ്റ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ എലമെന്റുകൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ഏതിനാണ്? കാരണം വിശദമാക്കുക. എടാ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. നമ്മൾ പഠിച്ചതേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് അഥവാ സ്ഥിരത കൂടുതൽ എന്താണ് ക്വസ്റ്റ്യന്? സ്ഥിരത കൂടുതൽ ആർക്കാണ്? സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്ക് ആരാന്ന് ചോദിച്ചത്. ഇന്റെ മക്കൾ മനസ്സിലാക്കണം. സ്റ്റേബിളിന്റെ കാര്യം ചോദിച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അഥവാ ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ കണ്ടാൽ പഠിച്ചു വെച്ചോളി, അവൻ സ്റ്റേബിൾ ആണ്, അവൻ സ്ഥിരതയുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ നോക്കടാ, ഇവിടെ 1 ആണ്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. ഏതാണ് ഉത്തരം വരിക? അവസാനത്തെ ഷെല്ലിൽ 8 ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഉത്തരം ബി ആയിരിക്കും. മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരാ ചോദിച്ചാൽ ബി എന്നാണ് ആൻസർ വരിക. ഇവന്റെ റീസൺ ചോദിച്ചാൽ എന്താണ്? എലമെന്റ് ബി ഹാസ് ദ ഹൈയസ്റ്റ് സ്റ്റേബിലിറ്റി. റീസൺ ചോദിച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അഥവാ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്നുള്ള കാര്യം ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അഥവാ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നുള്ള കാര്യം ഓർമ്മയുണ്ടായിക്കോട്ടെ. സെറ്റ് ആണല്ലോ. എടാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ? ഒരു പീരിയോഡിക് ടേബിളിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര? എന്റെ മക്കൾ പഠിച്ചു വെച്ചതാ. എത്രയടാ? 18 ഗ്രൂപ്പുകളാണ്. ഇതിന്റെ ഒപ്പം തന്നെ പീരിയഡും കൂടെ പഠിച്ചു വെച്ചോളാം. പീരിയഡ് എത്രടാ? സ്കൂൾ എത്ര പീരിയഡ് എന്ന് ആലോചിച്ചാൽ മതി. 7 പീരിയഡ് ആണ്. ഗ്രൂപ്പ് ചോദിച്ചാൽ 18 ആണ്. ഇനി ഇവിടെ തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ടോട്ടൽ എലമെന്റ് എത്ര ചോദിച്ചാൽ, ആകെ മൂലകങ്ങൾ എത്ര ചോദിച്ചാൽ പഠിച്ചു വെച്ചൂടെ? ഈ 18ന്റെ കൂടെ ഒരു 1 ഇട്ട് കൊടുത്താൽ മതി. 118 ആണ്. ആകെ എലമെന്റ്സ് ചോദിച്ചാൽ 118 ആണ്. ഒന്നാമത്തെ എലമെന്റ്സ് ആരാ ചോദിച്ചാൽ ഹൈഡ്രജൻ ആടാ. ഒന്നാമത്തെ ഹൈഡ്രജൻ. ഇനി 118 ആരാ ചോദിച്ചാൽ OG എന്ന് പറയും, അഥവാ ഓർഗാനസോൺ എന്ന് പറയാം. സെറ്റ് ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടുന്ന് സെറ്റ് അല്ലടാ. ഇവിടെ തന്നെ 4 വൺ വേർഡ് പറഞ്ഞു അല്ലെ. സെറ്റ് ആണല്ലോ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ.
18 ഗ്രൂപ്പ്, ഡോണ്ട് വറി, നമ്മൾ സെറ്റാ. ഇനി ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫീൽ സൂറ്റബിളി, അഥവാ ഫൈൻഡ് ദ റിലേഷൻഷിപ്പ്, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. സോഡിയം മെറ്റൽ ആണെന്ന് പറയുന്നു. ഓ ആയിക്കോട്ടെ സർ, നമുക്ക് നോസി. അടുത്തത് എന്താണ് അവിടെ കൊടുത്തുള്ളത്? ജെർമേനിയം. സർ ജെർമേനിയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നോൺ മെറ്റൽ ആണോ അഥവാ മെറ്റലോയിഡ്സ് ആണോ അഥവാ മെറ്റൽ ആണോ? മെറ്റല്, നോൺ മെറ്റല്, മെറ്റലോയിഡ്സ്, ഇത്രേ പഠിക്കാനുള്ളൂ. ജെർമേനിയം അടിച്ചു വെച്ചോളി. ഇവൻ ആരാടാ? മെറ്റലോയിഡ്സ് ആണ്. ആരാണ്? മെറ്റലോയിഡ്സ് അഥവാ ഉപലോഹങ്ങളാണ്. സോ സിമ്പിൾ. ഇവരാരാ ചോദിച്ചാൽ ഉപലോഹങ്ങളെ, അഥവാ ജെർമേനിയം, ആർസെനിക്, സിലിക്കൺ, ഇവരൊക്കെ ചോദിച്ചാൽ ഉപലോഹങ്ങളാണ് അഥവാ മെറ്റലോയിഡ്സ് ആണ്. ഇത്രയുള്ള സംഭവം. സെറ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചോളാം. സോഡിയം എന്ന് പറഞ്ഞാൽ എന്താടാ? മെറ്റലാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, ഒരു മാർക്കും പോകില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ എലമെന്റ്സ് ബിലോങ് ദ ഗ്രൂപ്പ് നമ്പർ 18. 18ാമത്തെ ഗ്രൂപ്പിലെ ഒരു പീരിയോഡിക് ടേബിൾ വരച്ചാൽ ഏറ്റവും അവസാനത്തെ ആൾക്കാരെ പറയുന്ന പേര് നമ്മൾ കോഡോടുക്കനെ പഠിച്ചതാ. ഏറ്റവും അവസാനത്തെ ആൾക്കാരെ പറയുന്ന പേരെന്താ ചോദിച്ചാൽ പഠിച്ചു വെച്ചോളി മക്കളെ. നോബൽ ഗ്യാസസ് ആണ്, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ, അല്ലെങ്കിൽ ഇവരെ പറയുന്ന പേര് എന്തുകൊണ്ടാ? അലസവാതകങ്ങൾ. ബുദ്ധിമുട്ടില്ലല്ലോ, അലസവാതകങ്ങൾ സർ, അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയാം. അപ്പൊ 18ാമത്തെ ഗ്രൂപ്പിന്റെ പറയുന്ന പേരാണ് നോബൽ ഗ്യാസ്, ഉത്കൃഷ്ടവാതകങ്ങൾ, അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ഇവരെല്ലാവരും എന്താടാ? ഹൈ സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെ ഇവർ സ്റ്റേബിൾ ആണെന്ന് മനസ്സിലാക്കിയ നമ്മള് അവസാനം 8 ഇലക്ട്രോൺസ് ഉണ്ട്. സെറ്റ് അല്ലേ? എടാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ബിലോങ് ദ 6th 7th പീരിയഡ്. ലാന്തനോയിഡ്സും പിന്നെ ആക്ടിനോയിഡ്സും 6ാമത്തെ പീരീഡിലും 7ാമത്തെ പീരീഡിലാണ് ഉൾപ്പെടുന്ന കാര്യം നമുക്കറിയാം. ക്വസ്റ്റ്യൻ, ദിസ് എലമെന്റ്സ് ആർ ടുഗദർ നോൺ ആസ്. ഇവർ രണ്ടാളുടെ പറയുന്ന പേരെന്ത്? ലാന്തനോയിഡുകളെയും ആക്ടിനോയിഡുകളെയും പറയുന്ന പേരെന്ത്? കൂട്ടിച്ചേർത്തൽ പറയുന്ന പേരെന്ത് ചോദിച്ചാൽ സിമ്പിൾ ആടാ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. എന്താടാ പറയാ? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്. സർ മലയാളം ചോദിച്ചാൽ അന്തസംക്രമണ മൂലകങ്ങൾ. അന്തസംക്രമണ മൂലകങ്ങൾ. ബുദ്ധിമുട്ടില്ലല്ലോ, പഠിച്ചു വെച്ചല്ലോ. ലാന്തനോയിഡിനെയും ആക്ടിനോയിഡിനെയും കൂട്ടി പറയുന്ന പേരാണ് അന്തസംക്രമണ മൂലകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് നോൺ ആൻഡ് റയർ എർത്തുകൾ? സർ റയർ എർത്ത് എന്നറിയപ്പെടുന്നത് ഏതാ ചോദിച്ചാൽ ലാന്തനോയിഡ്സ് ആടാ. ഈ ലാന്തനോയിഡുകൾ പറയുന്ന പേരാണ് റയർ എർത്തുകൾ. സെറ്റ് ആണല്ലോ മക്കളെ? അപ്പൊ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്തേടാ ഇത് പഠിക്കാതെ പോവല്ലേ? ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ കൂടെ എന്റെ മക്കളോട് ഇനി മാഷിന് പറയാനുള്ളത്, നമ്മൾ ഇന്ന് കൃത്യം 7:30 മണിക്ക് ലൈവിൽ എത്തുന്നുണ്ടാ. എന്തിനാടാ ലൈവിൽ എത്തുന്നത്? 40ൽ 40 മാർക്കും മേടിക്കാനാടാ. SSLC എന്നല്ലേ നമ്മളെ നയനത്തിന്റെ എക്സാം 2025 നയനത്തിന്റെ ഓണം എക്സാം നമ്മൾ തൂക്കാൻ പോവുകയാണ്. 40 മാർക്ക് കിട്ടാനുള്ള പ്രഡിക്ഷൻ ലൈവുമായിട്ട് ഞാൻ കൃത്യം 7:30 മണിക്ക് എത്തുമടാ. നമ്മളെ ലൈവ്, നമ്മളെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ, നമ്മളെ MS സൊല്യൂഷൻ 9th ചാനൽ, 9th യൂട്യൂബ് ചാനൽ നമ്മൾ എത്തുന്നുണ്ടാ. ഇന്റെ മക്കൾ എല്ലാവരും എന്തേടാ ഈ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ഒക്കെ ചെയ്ത് കമന്റ് ഒക്കെ ചെയ്ത് 7:30 മണിക്ക് വെയിറ്റ് ചെയ്യടാ. ഞാൻ ഉണ്ടാവും ലൈവിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസുമായിട്ട്. എന്താടാ മോഡൽ ക്വസ്റ്റ്യൻസും അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും ആ ടോപ്പിക്കിൽ നിന്ന് ഏത് തരം ക്വസ്റ്റ്യൻസ് വരുന്നുള്ള എല്ലാം മാഷിന്റെ കയ്യിലുണ്ടാ. കൃത്യം 7:30 ഇന്റെ മക്കൾ എല്ലാവരും ലൈവിൽ എത്തുക, ഞാനും ഉണ്ടാവും. സെറ്റ് അല്ലേ?